ദുഃഖവെള്ളിയുടെ കഥ അറിയാമോ? യേശുവിനെ കൊല്ലുവാൻ യഹൂദ നേതാക്കന്മാർ തീരുമാനം എടുത്തു. അവർ അവനെ ബന്ധിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? അങ്ങ് തന്നെ അങ്ങനെ പറഞ്ഞല്ലോ. എന്നാൽ യഹൂദ നേതാക്കന്മാർ കുറ്റം ആരോപിച്ചപ്പോൾ അവൻ മറുപടി നൽകിയില്ല. പീലാത്തോസ് ചോദിച്ചു, അവർ നിനക്ക് എതിരായി പറയുന്നത് ഒന്നും നീ കേൾക്കുന്നില്ലേ? എല്ലാ പെസഹ പെരുന്നാളിനും ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ പീലാത്തോസ് അവർക്ക് വേണ്ടി മോചിപ്പിച്ചിരുന്നു. കലാപം, കൊലപാതകം എന്നീ കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ബറാബസ് എന്നൊരാൾ മറ്റു കലാപകാരികളുടെ കൂടെ തടവിൽ കിടക്കുന്നുണ്ടായിരുന്നു. ജനങ്ങൾ പതിവ് പോലെ പീലാത്തോസിന്റെ അടുത്ത് ചെന്ന് ഒരു തടവുകാരനെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവിനെ നിങ്ങൾക്ക് വിട്ടുതരണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? യേശുവിന് പകരം ബറാബാസിനെ വിട്ടുതരണം എന്ന് ആവശ്യപ്പെടുവാൻ മുഖ്യപുരോഹിതർ ജനങ്ങളെ ഇളകിവിട്ടു. പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവ് എന്ന് വിളിക്കുന്നവനെ ഞാൻ എന്തു ചെയ്യണം? അവനെ ക്രൂശിക്കുക. അവർ ഉച്ചത്തിൽ ആർത്തു. ജനങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ ആർത്തു, അവനെ കൊല്ലുക, അവനെ ക്രൂശിക്കൂ. പക്ഷേ അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി പീലാത്തോസ് ബറാബാസിനെ മോചിപ്പിച്ചു. യേശുവിനെ ചാട്ടകൊണ്ട് അടിപ്പിച്ച ശേഷം ക്രൂശിക്കുവാനായി പടയാളികൾക്ക് വിട്ടുകൊടുത്തു. യേശുവിന് മരണശിക്ഷ വിധിച്ചു എന്ന് യൂദ അറിഞ്ഞു. ശത്രുക്കൾക്ക് അവനെ ഒറ്റുകൊടുത്തതിൽ യൂദ വളരെ വിഷമിച്ചു. അവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് കിട്ടിയ 30 വെള്ളി നാണയം യഹൂദ നേതാക്കന്മാരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു, കുറ്റം ചെയ്യാത്തവനെ ഞാൻ ഒറ്റിക്കൊടുത്തത്. അതിന് ഞങ്ങൾ എന്തു വേണം? അത് നിന്റെ കാര്യം, അവർ പറഞ്ഞ് ഒഴിയുവാൻ ശ്രമിച്ചു. അപ്പോൾ യൂദ വെള്ളിനാണയങ്ങൾ വലിച്ചെറിഞ്ഞ് പോയി തൂങ്ങി മരിച്ചു. പടയാളികൾ യേശുവിനെ ഗവർണറുടെ കൊട്ടാരത്തിന്റെ നടുമുറ്റത്ത് എത്തിച്ചു. എന്നിട്ട് അവനെ ഒരു ചെങ്കുപ്പായം ധരിപ്പിച്ചു. മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം അവന്റെ തലയിൽ വച്ചു. യഹൂദന്മാരുടെ രാജാവ് നീളാൽ വാഴട്ടെ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി. പിന്നീട് കമ്പുകൊണ്ട് അടിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു. അവനെ പരിഹസിച്ച് തീർന്ന ശേഷം അവന്റെ കുപ്പായം മാറ്റി അവന്റെ പഴയ കുപ്പായം തന്നെ അണിയിച്ചു. പിന്നീട് അവർ അവനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയി. പടയാളികൾ അവനെ കൊണ്ടുപോകുന്ന വഴിയിൽ ശീമോൻ എന്നൊരാളെ കണ്ടു. യേശുവിന്റെ ക്രൂശ് ചുമക്കുവാൻ അവർ അവനെ നിർബന്ധിച്ചു. കുറ്റവാളികൾ ആയ 2 പേരെ കൂടി അവന്റെ കൂടെ കൊല്ലുവാൻ കൊണ്ടുപോയി. ദലയോട് എന്നു പേരുള്ള ഒരു സ്ഥലത്ത് അവർ എത്തി. അവർ അവിടെ യേശുവിനെയും 2 കുറ്റവാളികളെയും, ഒരുവനെ വലതും മറ്റവനെ ഇടത്തും ക്രൂശിച്ചു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ലല്ലോ.